ഇത് ഞാൻ മുന്നേ ഒരു കസ്റ്റമറിന് ചെയ്ത് കൊടുത്ത ക്രോപ്പ് ടോപ്പാണ്. അതേ കസ്റ്റമറിന് അതേ കളറിൽ സെയിം മോഡൽ ഒരു ക്രോപ്പ് ടോപ്പാണ് അടിക്കുന്നത്. ഇത് ഫ്രണ്ട് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പീസ് കൊടുക്കുകയാണ്. അതിന് ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് പീസ് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കി 3 ഭാഗവും 1/2 ഇഞ്ച് വീതം ഉള്ളോട്ട് മടക്കിയിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ ചെറിയ പീസ് പതിച്ചടിക്കുക. ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലൗസ് പീസിൻ്റെ ഉൾഭാഗം പുറത്ത് വെച്ചിട്ട് നെക്ക് അടിക്കാൻ പോവുകയാണ്. സെമി സ്റ്റിച്ച് ബ്ലൗസ് പീസ് ആയതുകൊണ്ട് നെക്ക് അതിൻ്റെ മുകളിൽ തന്നെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കട്ടിയുള്ള ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് അടിക്കാറുള്ളത്. ഇനി ഈ കാണുന്ന ഗോൾഡൻ കളർ ത്രെഡിൻ്റെ സൈഡിലൂടെയാണ് നെക്ക് അടിക്കുന്നത്. അതിനുശേഷം നെക്കിൻ്റെ വൈഡ് അളന്നെടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നെക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട് തുണി മറിച്ചിട്ട് നെക്ക് അടിക്കാം. നെക്ക് അടിച്ചതിന് ശേഷം ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അടിഭാഗത്തുള്ള ഗോൾഡൻ കളർ ത്രെഡ് വരെയാണ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത്. അവിടം വരെയാണ് മടക്കി അടിക്കേണ്ടത്. മടക്കി അടിച്ചതിന് ശേഷം ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഇനി ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഫ്രണ്ട് നെക്ക് അടിച്ചതുപോലെ ഒരു പീസ് ലൈനിങ്ങിൻ്റെ മുകളിൽ പ്രസ് ചെയ്തടിക്കുക. അതിനുശേഷം ബാക്ക് നെക്ക് അടിച്ചെടുക്കുക. നേരത്തെ ചെയ്തതുപോലെ ഇതും 1/4 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നീട് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഷോൾഡറുകൾ രണ്ടും ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഷോൾഡറുകൾ മറിച്ചിട്ട് ബാക്ക് നെക്ക് അടിച്ചെടുക്കുക. പിന്നീട് ബാക്ക് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഇത് ബാക്കിലെ ഒരു ഭാഗത്ത് വെച്ചടിക്കാം. ഇത് ഹുക്സിൻ്റെ ലൂപ്പ് വെക്കാനുള്ള ഭാഗമാണ്. അതിനുശേഷം ഹുക്സ് വെക്കാനുള്ള ഭാഗം അടിച്ചെടുക്കാം. ഇനി ചെസ്റ്റും വേസ്റ്റും അടയാളപ്പെടുത്തുക. ഇനി റിഗാള് കുഴിച്ച് വെട്ടാം. ഇനി റിഗാള് അടിക്കാൻ വേണ്ടിയിട്ട് ക്രോസിൽ ലൈനിങ്ങിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ക്രോസ് പീസ് റിഗാളിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കാം. പിന്നീട് ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി അടിക്കുക. ഇനി ചെസ്റ്റും വേസ്റ്റും അടയാളപ്പെടുത്തി അത് അടിച്ചെടുക്കാം. ബാലൻസ് വരുന്ന വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ വർക്ക് കഴിഞ്ഞ് അടിച്ചെടുത്ത ബ്ലൗസാണിത്. അതിനുശേഷം ബ്ലൗസിൻ്റെ ബാക്കിൽ വെക്കാൻ ഒരു ബട്ടർഫ്ലൈ കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ മുൻപത്തെ പോലത്തെ ഒരു ബ്ലൗസ് കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്.